ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് ഒന്ന് വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇത് അരച്ചെടുക്കണം. 1 കപ്പ് പച്ചരി 250 ml കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ശർക്കര എടുത്തിട്ടുണ്ട്. 175 ഗ്രാം അല്ലെങ്കിൽ ഒരു 200 ഗ്രാം ശർക്കര മതിയാവും. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഞാൻ നല്ല കറുത്ത കളറിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കരുത്, അങ്ങനെയാണെങ്കിൽ ഈ നെയ്യപ്പം കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് എള്ള് എടുത്തിട്ടുണ്ട്, ചുക്കിൻ്റെ പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 5 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഈ ചുക്കിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും പൊടി വേണ്ടാത്തവർ ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 1 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത്. അതിന് പകരം മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും വേണം. ആദ്യം ഈ അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ശർക്കര പാനി ചേർക്കാം. അരി അരഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള പാനി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഏലക്ക പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഏലക്കയിലെ ഒരു തൊലി മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രമാണ് ചേർക്കുന്നത്. ഇതിനെ അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയോടുകൂടി വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അരി മാത്രം അരച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു നെയ്യപ്പത്തിന് കുറച്ച് കട്ടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിലേക്ക് ഗോതമ്പിൻ്റെ പൊടി ചേർത്തിട്ടുള്ളത്. ഇതേപോലെ കുറച്ച് തരിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫൈനായിട്ട് അരയാൻ പാടില്ല. ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി തിക്കായി വരും. അപ്പോൾ ഇത് ബാക്കിയുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 200 ഗ്രാം ശർക്കരയാണ് ഞാൻ പാനിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചുക്കിൻ്റെ പൊടി, ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, എള്ള് എന്നിവ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതേപോലെ ഇരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നിട്ടുള്ളത്. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതേപോലെ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം.
വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇടാം നെയ്യിൽ. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാ കൊത്തൊന്നും ചേർക്കുന്നില്ല. ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാവ് ഒഴിച്ചിട്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. ഇത് തനിയെ തന്നെ പൊങ്ങി വരും. അല്ലാതെ അതിനു മുമ്പായിട്ട് സ്പൂണോ ഒന്നും ഇട്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ലോ ഫ്ലെയിമിലേക്ക് ഇടുക അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. ഇതിപ്പോൾ അയണിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇത് കുക്കായി വരുകയില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോകും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള നെയ്യപ്പവും റെഡിയാക്കി എടുക്കാം. ഈ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് അടുത്തത് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് കറക്റ്റ് ആ ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. ഇതാദ്യം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതേപോലെ തന്നെ കിട്ടും, ഈ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്